ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ്ലെസ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം നമ്മുടെ ശ്രീസ് കുക്കിംഗ് വേൾഡിൽ എല്ലാ എഗ്ഗ് കേക്കാണല്ലോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് എഗ്ഗ്ലെസ് കേക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എഗ്ഗ് വെച്ചിട്ടുള്ള കേക്ക് കഴിക്കാത്തവർക്ക് എന്തായാലും കേക്ക് കഴിക്കണമല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വെക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിപ്പം കാണിക്കുന്നത് മൈദയാണ്. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ കുറച്ച് പേര് എന്നോടൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ എന്തിനാണ് മെഷർമെൻറ്റ് കപ്പിലേക്ക് മൈദ സ്പൂൺ കൊണ്ട് അളന്നിടുന്നതെന്നുള്ളത് ഡയറക്റ്റ് കപ്പിലേക്ക് എടുത്താൽ പോരെയെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ക്ലിയർ ആവണം എന്നില്ല, കാണിക്കാമെന്ന് തന്നെ കരുതി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേക്ക് ചെയ്യണതിന് അത്യാവശ്യം കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം എന്നതാണ്. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വെയിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. വെയിങ് മെഷീൻ്റെ ഓൺ ഓഫ് ബട്ടൺ കണ്ടല്ലോ, അതിൽ ഞാനൊന്ന് അമർത്തിയിട്ട് ഓണാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ 0-ലാകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാവ് അളന്നെടുക്കാനുള്ള ഒരു ബൗൾ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ബൗളിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ 294 ഗ്രാമാണ്. അപ്പോൾ ബൗളിൻ്റെ വെയിറ്റ് നമുക്ക് വെയിങ് മെഷീനിൽ നിന്ന് മൈനസ് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ടയർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് 0-ലാക്കാം. ഇതായിപ്പം വെയിറ്റ് 0-ലായിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ ഇനി നമുക്ക് മൈദയിൽ അളന്നെടുക്കാം. സ്പൂൺ കൊണ്ട് കപ്പിലേക്ക് അളന്നെടുക്കല്ല, 250 ml മെഷർമെൻറ്റ് കപ്പ് ഇങ്ങനെ ചരിച്ച് കോരിയെടുക്കുകയാണ്. എന്നിട്ട് സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. വെയിങ് മെഷീനിലിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതായിപ്പോൾ 0 ആണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഇങ്ങനെ അളന്നെടുത്തപ്പം 146 ഗ്രാമാണ് വന്നത്. ഇനി ഞാനിത് ഓഫ് ചെയ്തതിന് ശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ തന്നെ സ്പൂൺ കൊണ്ട് അളന്നെടുക്കുന്നത് കൂടി കാണിക്കാം. സ്പൂൺ കൊണ്ട് 250 ml തന്നെ മെഷർമെൻറ്റ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഞാനിത് വീണ്ടും ഓണാക്കി ഇതായിപ്പോൾ 0-ലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സെയിം ബൗൾ തന്നെ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ ബൗളിൻ്റെ വെയിറ്റ് 0-ലാക്കി ഇനി മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതായിപ്പോൾ കണ്ടില്ലേ, ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ മൈദയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 116 ഗ്രാമാണുള്ളത്. ആദ്യം നമ്മൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് തന്നെയാണ് എടുത്തത്. പക്ഷേ സ്പൂൺ വെച്ച് അളന്നല്ല, കപ്പ് ചരിച്ച് കോരിയെടുത്തതാണ്. അപ്പം 146 ഗ്രാമാണ് വന്നത്. ഇപ്പോൾ സെയിം കപ്പിൽ തന്നെ സ്പൂൺ വെച്ച് കോരി കപ്പിലേക്ക് അളന്നെടുത്ത് നോക്കിയപ്പോൾ 116 ഗ്രാമാണ് വന്നത്. അപ്പം രണ്ടും സെയിം കപ്പിൽ തന്നെയാണ് അളന്നത്. എന്നിട്ട് ഇത്രയും ഡിഫറൻസ് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. കപ്പിലായാലും ഗ്ലാസ്സിലായാലും നമ്മളിങ്ങനെ എടുക്കുമ്പം കുത്തി നിറച്ചെടുക്കാതെ സ്പൂൺ വെച്ച് തന്നെ കോരിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന പാല് ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പാലിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ പാലെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറ്റിയെടുക്കുക. ചൂടാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തണുപ്പൊന്ന് മാറിയാൽ മാത്രം മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ആദ്യം തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിപ്പം ഗ്യാസ് സ്റ്റോപ്പിലാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പഴയൊരു അലൂമിനിയം പാത്രം എടുത്ത് അതിനുള്ളിൽ ഒരു സ്റ്റാൻഡറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലിഡ് വെച്ച് അടയ്ക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ലിഡ് വെച്ച് അടച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഈ ലിഡിൽ കാണുന്ന ഹോളിൽ ഞാനൊരു ഗ്രാമ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം.
ഇത് പ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ. ഈ അളന്നെടുത്ത മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മൈദ ഉണ്ടല്ലോ അതെടുത്താൽ മതിയാകും. പക്ഷേ കോൺഫ്ലോർ ചേർത്താലുണ്ടല്ലോ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകും. ഒന്നാമത് എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഹെർഷസിൻ്റെ കൊക്കോ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഒരു 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം വിസ്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ആദ്യം 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് വെച്ചില്ലേ, ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷമാണ് 1/4 കപ്പ് അളന്നെടുത്തത്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക. റിഫൈൻഡ് ഓയിലും മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് സ്പാച്ചുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബേക്ക് ആയിട്ടുണ്ടോ എന്നറിയാൻ ഞാനിപ്പോൾ ഒരു നൈഫ് വെച്ചൊന്ന് കുത്തി നോക്കുവാണ്. നൈഫ് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് ചൂട് പോകാനായിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് എടുക്കുമ്പം കൈ പൊള്ളാതെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്, കാരണം നമ്മളുടെ പാത്രം നല്ല ചൂടാണ്. കേക്ക് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. നമ്മുടെ കേക്ക് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഞാനിത് സൈഡൊന്ന് വിട്ടു കൊടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നാറാനായിട്ട് വെക്കണം. നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല സോഫ്റ്റുമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എഗ്ഗ്ലെസ് കേക്കായിട്ട് പോലും നല്ല സ്പോഞ്ചിയാണ്. ഇനി കേക്കിൻ്റെ ചൂടൊക്കെ ആറുന്ന സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ 2 ചോക്ലേറ്റും കൂടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് എടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 10 സെക്കൻഡൊക്കെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 10 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഗനാഷ് 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം കുറച്ചൊന്ന് കട്ടയായിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററോ വിസ്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഗനാഷ് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഗനാഷ് ഐസിങ് നൈഫ് വെച്ച് കേക്ക് ബോർഡിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് കേക്കിൽ നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പം ഗനാഷ് കുറച്ച് കട്ടിയിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം. 3 ലെയറും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം.
ഇപ്പം ഗനാഷ് ഞാൻ ഒരുവിധം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം പോലെയല്ല, ചോക്ലേറ്റ് ഗനാഷ് കുറച്ചും കൂടി പാടാണ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഐസിങ് നൈഫ് ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് ഞാനൊരു ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ്. കേക്കിൻ്റെ മുകളിലും കൂടി ഗനാഷ് ആക്കിയിട്ട് ഐസിങ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത ഗനാഷ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസിങ് ബാഗിലാക്കി 13 നമ്പർ നോസിൽ വെച്ചിട്ട് ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. സെയിം നോസിൽ വെച്ച് തന്നെ കേക്കിൻ്റെ മുകളിലും കൂടി ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ എഗ്ഗ്ലെസ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, നൈഫൊക്കെ ഇങ്ങ് താഴ്ന്ന് പഞ്ഞി പോലെ തോന്നിക്കുകയാണ് നമ്മുടെ കേക്ക്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എഗ്ഗ്ലെസ് കേക്കായിട്ട് എന്ത് സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. എഗ്ഗ്ലെസ് കേക്കാണെന്ന് തോന്നിക്കത്തില്ല, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.